1. നമസ്കാരം, ഞാൻ അദ്വൈത്. ഞാൻ ആത്മാരാമൻ. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ കാലവർഷം കനത്തു. വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. തീക്കോയി പയ്യാനിത്തോട്ടത്തിൽ ഉരുൾപൊട്ടൽ. മണ്ണടിഞ്ഞ് വീടിന് മുകളിൽ വീണ അമ്മയും മകനും മരിച്ചു. മണിമലയാർ കരകവിഞ്ഞു. മണിമല ടൗൺ വെള്ളത്തിൽ. കോട്ടയം കൊല്ലാട് മാർത്തോമ പള്ളിയുടെ മേൽക്കൂര തകർന്നു. വീശിയടിച്ച കാറ്റിൽ നാശനഷ്ടം. വാർത്തകൾ വിശദമായി. കലിതുള്ളി കാലവർഷം. കോട്ടയം ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. അതിതീവ്ര മഴയാണ് ജില്ലയിൽ ലഭിച്ചത്. കാലവർഷം കലിതുള്ളി. ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോൾ കോട്ടയം ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. പൂഞ്ഞാർ, തീക്കോയിലും സമീപ പ്രദേശങ്ങളിലുമാണ് നാശനഷ്ടം ഏറെയുണ്ടായത്. പാലാ ടൗൺ, ഈരാറ്റുപേട്ട, മുണ്ടക്കയം, പഴയിടം കോസ്വേകൾ, മണിമല ടൗൺ തുടങ്ങിയ ഇടങ്ങളെല്ലാം വെള്ളപ്പൊക്കത്തിലായി. പൂഞ്ഞാർ, തീക്കോയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ തീക്കോയിൽ 277 മില്ലിമീറ്റർ അതിശക്തമായ മഴ പെയ്തു. ജില്ലയിലെ ശരാശരി മഴ 191.6 മില്ലിമീറ്ററാണ്. ഇന്ന് രാവിലെ 8 മണി വരെയുള്ള കണക്കിൽ പാലാ മീനച്ചിലാറ്റിൽ അപകടനിലയായ 11.53 മീറ്ററും കടന്ന് ജലനിരപ്പ് 12.419 മീറ്ററിൽ എത്തി. മണിമലയാറ്റിൽ അപകടനിലയായ 20.053 മീറ്ററിനേക്കാൾ ഉയർന്ന് 24.12 മീറ്ററിലെത്തി. തീരപ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. കോട്ടയം ജില്ലയിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നു. ജില്ലാ കൺട്രോൾ റൂമിൽ 9446 562236 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൂഞ്ഞാർ തീക്കോയി പയ്യാനിത്തോട്ടത്തിൽ ഉരുൾപൊട്ടൽ. വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് വീണ അമ്മയും മകനും മരിച്ചു. പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ വീട് തകർന്ന് മകന് പിന്നാലെ വീട്ടമ്മയും മരിച്ചു. റജീന ജോണിയാണ് മരിച്ചത്. റജീനയുടെ മകൻ ജോസഫിൻ ജോണിയുടെ മൃതദേഹം നേരത്തെ കണ്ടെടുത്തിരുന്നു. ജോസഫിൻ അപകടത്തിൽ കാലിന് പരിക്കേറ്റ് വീട്ടിൽ കഴിയുകയായിരുന്നു. ഇതിനിടയിലാണ് ദുരന്തമുണ്ടായത്. ജോസഫിന്റെ പിതാവ് ജോണി അടുത്ത വീട്ടിലായിരുന്നതിനാൽ രക്ഷപ്പെട്ടു. മറ്റു മക്കളായ ജോമിറ്റും സോമിറ്റും വീട്ടിലുണ്ടായിരുന്നില്ല. ഇവരുടെ വീടിരുന്ന സ്ഥലത്തു നിന്നും 10 മീറ്റർ മാറി വീടിന്റെ മേൽക്കൂര തകർന്നു കിടന്നതിന്റെ അടിയിൽ നിന്നാണ് റജീനയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ചെളിയിൽ പുതഞ്ഞ നിലയിലായിരുന്നു. പുലർച്ചെ 2 മണിയോടെയാണ് ഉരുൾപൊട്ടിയത്. മകനും അമ്മയും മാത്രമായിരുന്നു ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഉരുൾപൊട്ടിയതിന് പിന്നാലെ തന്നെ നാട്ടുകാർ ഇവിടെയെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. റജീനയുടെ വീടിന്റെ തൊട്ടു പിന്നിലുള്ള കുന്നിലാണ് ഉരുൾപൊട്ടിയത്. വീട് പൂർണ്ണമായും തകർന്നുപോയി. വീടിന്റെ മുന്നിലുണ്ടായിരുന്ന വാഹനങ്ങളും തകർന്നു. റജീനയുടെ രണ്ടാമത്തെ മകനാണ് ജോസഫിൻ. ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ് കാന്റീൻ ജീവനക്കാരനായിരുന്നു. 1 മാസം മുൻപ് ഈരാറ്റുപേട്ടയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ കാലിന് പരിക്കേറ്റ് ജോഫിൻ വിശ്രമത്തിലായിരുന്നു. റജീന പയ്യാനിത്തോട്ടം ഹോളി സ്പിരിറ്റ് സ്കൂളിലെ ജീവനക്കാരിയാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മണിമലയാർ കരകവിഞ്ഞൊഴുകി. മണിമല ടൗൺ പരിസരവും വെള്ളത്തിൽ മുങ്ങി. ഗതാഗതം മണിക്കൂറുകളോളം സ്തംഭിച്ചു. കനത്ത മഴയെ തുടർന്ന് മണിമലയാർ കരകവിഞ്ഞു. മണിമലയാർ കരകവിഞ്ഞതോടെ മണിമല ടൗൺ, മണിമല ബസ് സ്റ്റാൻഡ്, മൂങ്ങാനി ധർമ്മശാസ്ത്ര ക്ഷേത്രം, മൂലേപ്ലാവ്, മണിമല വെള്ളാവൂർ തീരദേശ റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറി. മൂങ്ങാനി മുതൽ മണിമല ബസ് സ്റ്റാൻഡ് വരെയുള്ള 1/2 കിലോമീറ്ററോളം ഭാഗത്ത് അരയാൾ പൊക്കത്തിൽ പുലർച്ചെ വെള്ളം കയറി. മൂലേപ്ലാവ് ഭാഗത്ത് വെള്ളം നിറഞ്ഞതോടെ ഇതുവഴിയുള്ള ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. 2019 ശേഷം ഇതാദ്യമായാണ് ഇത്രയധികം വെള്ളം ഉയരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഗതാഗതം തടസ്സപ്പെട്ടതോടെ ഭാരവാഹനങ്ങൾ അടക്കം 6 മണിക്കൂറിലധികം ബ്ലോക്കിൽ പെട്ടുകിടന്നു. സമീപ പ്രദേശങ്ങളിലെ ബൈപ്പാസ് റോഡുകൾ ഒന്നും പ്രയോജനം ചെയ്യുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് മൂലേപ്ലാവ് സ്ഥലമാണ്. വെള്ളം നല്ല മഴ പെയ്താൽ വണ്ടികളെല്ലാം പോകാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ 8 മണിക്കൂറുള്ളായി വണ്ടികളെല്ലാം ബ്ലോക്കായി കിടക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇതിനൊരു ബൈപ്പാസ് റോഡ് ഇല്ല. ഉള്ള 1-2 റോഡുകളെല്ലാം പോയി കിടക്കുകയാണ്. കുളത്തക്കൽ ദേവീക്ഷേത്രം റോഡുണ്ട്. അതിൽ വേണേൽ അത്യാവശ്യം പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്. എല്ലാം റോഡെല്ലാം പോയി കിടക്കുകയാണ്. ലോങ് പോകാനുള്ള വണ്ടികളൊക്കെ പാടാണ്. ഇതിപ്പോൾ 2020 കണ്ട് വെള്ളം പൊങ്ങിയ പിന്നെ ആദ്യമായിട്ട് ഇത്രയും വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. കേട്ട് ഇപ്പോൾ 6 മണിക്കൂർ മേളിലായി ഇവിടെ എല്ലാവരും ബ്ലോക്കായി കിടക്കുന്നത്. പുലർച്ചെ മുതൽ കിഴക്കൻ വെള്ളം ഒഴുകിയെത്തിയതോടെ ഭീതിയിലായിരുന്നു മണിമല നിവാസികൾ. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ഭാഗമായ മണിമല വെള്ളാവൂർ തീരദേശ റോഡിൽ 6 റോഡും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ വെള്ളം കയറി. രാവിലെ മൂലേപ്ലാവ് പാലത്തിൽ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ യാത്രക്കാരെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
പഴയിടം കോസ്വേ വെള്ളത്തിലായി. പുതിയ പാലം വേണമെന്ന നാട്ടുകാരുടെ സ്വപ്നമായി തുടരുന്നു. കനത്ത മഴയിൽ മണിമല പഴയിടം കോസ്വേ വെള്ളത്തിനടിയിലായി. പ്രദേശത്ത് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി മണിമല റൂട്ടിൽ നിന്നും ചേനപ്പാടിക്ക് പോകാൻ യാത്രക്കാർ ആശ്രയിക്കുന്നത് പഴയിടം കോസ്വേയാണ്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് മുതൽ നിർത്താതെ പെയ്യുന്ന മഴയിൽ മണിമലയാറ്റിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെയാണ് പഴയിടം കോസ്വേയും വെള്ളത്തിൽ മുങ്ങിപ്പോയത്. വർഷങ്ങളായി ഇവിടെ ഒരു പുതിയ പാലം എന്നത് നാട്ടുകാരുടെ പ്രധാന ആവശ്യമാണെങ്കിലും പുതിയ പാലം പണി സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം കൊല്ലാട് ഭാഗത്ത് ശക്തമായ കാറ്റ്. മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിൽ കൊല്ലാട് മാർത്തോമയുടെ മേൽക്കൂരയും മണിമന്ദിരത്തിനും നാശമുണ്ടായി. ഇന്നലെ രാത്രിയിലുണ്ടായ കനത്ത മഴയിലും അതിശക്തമായ കാറ്റിലും കോട്ടയം കൊല്ലാടും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടം. കാറ്റിന്റെ രൂക്ഷതയിൽ മേഖലയിലെ പ്രധാന ആരാധനാലയമായ കൊല്ലാട് ബേത്ലഹേം മാർത്തോമ പള്ളിക്ക് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പള്ളിയുടെ മുൻവശം, മണിമാളിക, മുകൾ വശത്തെ കോൺക്രീറ്റ് കുരിശ്, മേൽക്കൂര എന്നിവ ഭാഗികമായി നശിച്ചു. രാത്രിയിൽ വീശിയടിച്ച ശക്തമായ കാറ്റാണ് ദുരന്തത്തിന് കാരണമായത്. പ്രദേശത്ത് മരങ്ങൾ കടപുഴകി വീണും വൈദ്യുതി തൂണുകൾ തകരാറിലായും ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിട്ടുണ്ട്. സമീപത്തെ വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.